ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ ഭീഷണി തള്ളിക്കളഞ്ഞ ആയിരങ്ങളാണ് ഇന്ന് സർക്കാർ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറുകൾ വാങ്ങി വിശപ്പ് തീർത്തത്. പൊതിച്ചോറിനെ എതിർക്കുന്നവർക്ക് വിശപ്പിന്റെ വില അറിയില്ലെന്ന് ജനങ്ങൾ പ്രതികരിച്ചു. സമയം 11:30. ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലാ ആശുപത്രിയുടെ മുൻവശത്തുള്ള ഇവിടെ ഡിവൈഎഫ്ഐയുടെ ഹൃദയസ്പർശം. ഞാനിവിടെ വരുമ്പോൾ കാണുന്ന ഈ രണ്ട് അമ്മമാർ ഈ പൊതിച്ചോറിന് വേണ്ടി ഇപ്പോഴേ ഇവിടെ വന്ന് കാത്തിരിക്കുകയാണ്. അമ്മേ, ഈ പൊതിച്ചോറ് ഡിവൈഎഫ്ഐക്കാരൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഇവിടെ അങ്ങനെ ഒന്നും കൊടിയും കെട്ടേണ്ട കാര്യമില്ല, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ആരോഗ്യമന്ത്രി അവിടെ ഇരുന്നുകൊണ്ട് സപ്രപഞ്ചത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞാൽ കാര്യം നടക്കത്തില്ല. ഇവിടെ വന്ന് കഷ്ടപ്പെട്ടത് വാങ്ങിക്കുന്ന അയാളൊന്ന് വന്ന് നോക്കാൻ പറ, ആ ദുരിതങ്ങൾ ഒന്ന് അറിയാൻ പറ. എന്നാലേ ഒരു ജീവിതത്തിൻ്റെ കാര്യങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ കസരക്കകത്ത് സുഖിച്ചിരുന്ന ഒരു കാര്യങ്ങളും അറിയത്തില്ല. ഞങ്ങളെപ്പോലെ ഒരു അലയുന്നത് വന്ന് നോക്കാൻ പറ. ഇത് ഒരു കാലവും നിങ്ങൾ നിർത്തരുത്. നിർത്തിയാൽ ഞങ്ങൾ ജീവിക്കിച്ച ഒരു ഫലവുമില്ല. ഒരു നേരം എന്നല്ല, ഞങ്ങൾ 2 നേരം ഒരു ചോറ് തന്നെ ഞങ്ങൾ കഴിക്കുന്നത്. അത് ഇല്ലാതാക്കരുത്, അത് ഞങ്ങൾക്ക് പറയാനുള്ളൂ. തലേ ദിവസം തന്നെ ഞങ്ങൾ ഒരു കള്ളം പറയുന്നതല്ല, ചിക്കൻ മേടിച്ച് അത് കറി വെച്ച് വേറെ തോരന്, പിന്നെ അങ്ങനെ കൂട്ടാത്തവരുണ്ടെങ്കിൽ ഇങ്ങേയറ്റം മുളക് വരെ വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്ത് ഇടിച്ച് ഞങ്ങൾ പുളിയും വെച്ച് ഞെരടി വേറൊരു പൊതി കെട്ടി അതിനകത്ത് വെച്ചേക്കും വൃത്തിയായിട്ട്. ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്തവർ ഈ ചിക്കൻ കൂട്ടാത്തവരുണ്ടെങ്കിൽ അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മുളക് വരെ ഞെരടി അതിനകത്ത് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഈ ഭക്ഷണം ഒരിക്കലും നിർത്താൻ ഞങ്ങൾ ആരും പറയത്തില്ല. ഞങ്ങൾ പാവപ്പെട്ട രോഗികൾക്ക് ഇതൊരു അത്താണിയായിട്ട് ഞങ്ങൾ കരുതുന്നത്. ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ത് കഷ്ടത അനുഭവിച്ചാണ് ഓരോ വീട്ടുകളിൽ നിന്ന് ഈ പൊതി കളക്ട് ചെയ്ത് ഈ വണ്ടിയെ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നത്. ഇതേ നിർത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് വർഷങ്ങൾ കൊണ്ടേ ഉള്ളതാണ് ഇവിടെ. മനസ്സിലായി? ഇത് കിച്ചണും മറ്റേതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് പോരായോ? ഇപ്പം കിച്ചണൊന്നും ഇല്ലല്ലോ. ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക് ഇത് വേണം. അത് കൊടിയൊന്നും നോക്കിയാൽ ഇവിടെ വിതരണം. വണ്ടിക്ക് കൊടി കിട്ടുന്ന വെച്ചാൽ അവർ കൊണ്ടുവന്നിട്ടില്ലേ? ഇവന്മാരെവിടെ പോയായിരുന്നേ? അതൊന്നും പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. ഇവിടെ ഞങ്ങൾക്ക് ആഹാരം വേണം. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ബാനർ കെട്ടിയിട്ടില്ലാത്ത, ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ലാത്ത ഏത് മുരളീധരനും പറയാൻ പറ്റും ബാനറൊക്കെ അഴിപ്പിക്കുമെന്ന്. പക്ഷേ ഞങ്ങൾ ഈ ബാനർ കെട്ടിയത് കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ്. അന്നും തന്നെ അതിനെപ്പോലെ ഇല്ലാതാക്കുന്ന ഈ സർക്കാരിൻ്റെ നടപടികളെ അവൻ്റെ വിശപ്പ് അവനവനറിയാവും. ഈ വിശപ്പ് കൊണ്ടാണ് ഇത്രയും ജനങ്ങൾ നിന്ന് കാരണം ആൾക്കാരെ ചെന്ന് തിരിച്ചു മറയ്ക്കാൻ കൊണ്ട് തന്നെ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ സർക്കാരിനോട് പുച്ഛമാണ് ജനങ്ങൾക്ക്. ഇത് അധികാരം ഉണ്ണാത്തവൻ്റെ വിഷം പറയാത്തവൻ. ഈ ഒരു പരിപാടി നിർത്തണം എന്നാണ് ആരോഗ്യമന്ത്രി നിർത്തുന്ന ഞാളെന്നെ തിന്ന് ഞാൾ ഇത്ര കഷ്ടപ്പെട്ട് ഇന്നലെ ചോറ് നിൽക്കില്ല. പാവപ്പെട്ടവർക്കുള്ള ഒരു ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും നിർത്തലാക്കരുത്. എന്നുവെച്ചാൽ നമ്മൾ ഒരു ഉച്ച സമയത്ത് വിശന്നിരിക്കുന്നവരെല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നത് അതൊരു ഉപകാരമുള്ള ഒരു സംഭവമാണ്. ഇതൊരിക്കലും നിർത്തലാക്കാൻ സമ്മതിക്കരുത്. അതിനെതിരെ ഡിവൈഎഫ്ഐൻ്റെ ഞാളുന്നു പങ്കാളികളാവും. ഭക്ഷണ സാധനം കൊടുക്കുന്നതിന് ആരെങ്കിലും തടസ്സപ്പെടുന്നത് ഏത് മന്ത്രിയല്ല, പ്രധാനമന്ത്രി ആയാലും ആരായാലും എന്താ ഭക്ഷണമല്ലേ ഇത്? രാഷ്ട്രീയത്തിനകത്ത് ഒരിക്കലും നോക്കരുത്. നമ്മളെല്ലാവരും വിശപ്പിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു ബേസിൽ ഇവർ ചെയ്യണമെന്ന് മാത്രമുള്ളൂ, അല്ലാതെ അവരൊന്നും തെറ്റി പറയരുത്. ഇത് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനമാണ്. നമ്മൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്നത്. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്നുള്ളത് കേവലം ഒരു ആപ്തവാക്യം മാത്രമല്ല. 10,000-കണക്കിന് മനുഷ്യരുടെ വിശപ്പാണ് ഡിവൈഎഫ്ഐ ഒരു ദിവസം അകറ്റുന്നത്. അത് നിർത്തലാക്കിക്കൊണ്ടുള്ള എന്ത് നേട്ടമാണ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് മനുഷ്യത്വരഹിതമായ ഈ സമീപനം? വിവിധ ബ്യൂറോകൾക്കൊപ്പം മുഹമ്മദ് നൗഫൽ, കൈരളി ന്യൂസ്.